ഒട്ടുമിക്ക എല്ലാവരുടെ ഒരു ആഗ്രഹമായിരിക്കും വീട്ടിലൊരു ചെറിയ മിനി ബാർ കൗണ്ടർ സെറ്റപ്പ്. അതിൽ നല്ല കളർഫുൾ ഉള്ള ഒരുപാട് ബോട്ടിൽസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ കൗണ്ടറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു 2 ഹൈ ചെയർ ഉണ്ടാവണം. നല്ല ആംബിയൻ ലൈറ്റ്സ് ഉണ്ടാവണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ചിലരുടെ വീട്ടിൽ ഓൾറെഡി അതുണ്ട്, ആ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാമോ, ഒരു ബോട്ടിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാതെ ആ ബോട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര നാൾ വരെ സൂക്ഷിക്കാൻ, കേടുവരില്ല എന്നാലും എത്ര നാൾ വരെ നമുക്ക് അതിൻ്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഹാർഡ് ലിക്കേഴ്സിൽ തുടങ്ങാം. ഹാർഡ് ലിക്കേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അബവ് 40% ആൽക്കഹോൾ ബൈ വോളിയം. അതിന് മേളിലോട്ടുള്ള ഹാർഡ് ലിക്കേഴ്സ് ക്ലോസ് ബോട്ടിലാണെങ്കിൽ അതിന് ഒരു എക്സ്പയറി ഇല്ല. അത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും അതിൻ്റെ ഫ്രഷ്നെസ് പോവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അത് ഓപ്പൺ ചെയ്ത ബോട്ടിലാണെങ്കിൽ അത് മാക്സിമം 1 to 2 years അതിനുള്ളിൽ അത് കൺസ്യൂം ചെയ്തേക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടും. നമുക്കതിൻ്റെ ഒരു ആത്മാവില്ലാത്ത മദ്യം കഴിക്കുന്ന പോലെ ഇരിക്കും. നമുക്കതിൽ ഒരു ഫീൽ ഉണ്ടാവില്ല. ആവശ്യത്തിന് കിക്കും കാര്യങ്ങളെല്ലാം കിട്ടും, പക്ഷേ അതൊരു ആ ഒരു ആൽക്കഹോൾ, ആ ഒരു വിസ്കി ആണെങ്കിൽ ആ വിസ്കിയുടെ കംപ്ലീറ്റ് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്കത് കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ലിക്കേഴ്സ് ആണെങ്കിൽ, ലിക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഫ്ലേവേർഡ് ആൽക്കഹോൾസ് ആണ് ലിക്കേഴ്സ്. അതിൻ്റെ ആൽക്കഹോൾ ബൈ വോളിയം കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ചീത്തയാവാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ അത് സീൽഡ് ബോട്ടിലാണെങ്കിൽ നമുക്ക് 2 to 5 years വരെ ഈ ലിക്കേഴ്സും സൂക്ഷിക്കാൻ പറ്റും. പക്ഷേ അതൊരു ഓപ്പൺ ബോട്ടിലാണെങ്കിലോ 6 to 12 months, അപ്പോൾ ഒരു 6 മാസം മുതൽ 1 year വരെ അത് ഓപ്പൺ ബോട്ടിലാണെങ്കിൽ അതിൻ്റെ ഫ്രഷ്നെസ് പോവാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ക്രീമി ലിക്കേഴ്സിലേക്ക് വരുമ്പോഴാണെങ്കിൽ അത് സീൽഡ് ബോട്ടിലാണെങ്കിൽ മാക്സിമം 2 years, അതിൽ കൂടുതലത് ക്രീമി ലിക്കേഴ്സ് നമുക്ക് സൂക്ഷിക്കാൻ പാടില്ല. പിന്നെ അത് ഓപ്പൺ ബോട്ടിലാണെങ്കിലോ 6 months മാക്സിമം, കാരണം അത് ക്രീമാണത്. അപ്പോൾ അത് ഡാമേജ് ആവാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. അത് റെഫ്രിജറേറ്റ് ചെയ്യണം, അപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. പിന്നെ ബിയേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 6 to 9 months ആണ് ബിയേഴ്സിൻ്റെ ഒരു എക്സ്പയറി വരുന്നത്. അത് ഓപ്പൺ ചെയ്ത ബിയർ ആണെങ്കിൽ നമുക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ല, അതൊരു 1 ദിവസം മാക്സിമം, അല്ലെങ്കിൽ അത് ഫ്ലാറ്റ് ആയി പോകും. പിന്നെ വൈൻ ആണെങ്കിലോ, വൈൻ 1 to 5 years ആണ് ഒരു സീൽഡ് ബോട്ടിൽ വൈൻ നമുക്ക് കൺസ്യൂം ചെയ്യാൻ, നല്ല ഫ്രഷ് ആയിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റണമെങ്കിൽ അതൊരു 5 yearsനുള്ളിൽ നമ്മൾ കൺസ്യൂം ചെയ്തിരിക്കണം. അത് ഓപ്പൺ ബോട്ടിലാണെങ്കിൽ, ഒരു ഓപ്പൺ ചെയ്ത വൈൻ ബോട്ടിലാണെങ്കിൽ മാക്സിമം 5 days അതിനുള്ളിൽ ആ ഓപ്പൺ ചെയ്ത ബോട്ടിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ വൈൻ്റെ എല്ലാം നഷ്ടപ്പെടും. വൈൻ നമ്മൾ നല്ല സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് കഴിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാതൽ നഷ്ടപ്പെടാതെ കഴിക്കണമെങ്കിൽ നമ്മൾ മാക്സിമം 5 ദിവസത്തിനുള്ളിൽ ഒരു ബോട്ടിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കൺസ്യൂം ചെയ്തിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ചാഫനാവും.